മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. നമുക്കേവർക്കും ഏറെ പ്രിയപ്പെട്ട സിനിമാ നടി അല്ലെങ്കിൽ നായിക ആരാണ് എന്ന ചോദ്യത്തിന് നമുക്ക് എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള വ്യക്തമായ ഉത്തരമുണ്ട്. അത് മഞ്ജു വാര്യറാണെന്നുള്ളത്. മഞ്ജു വാര്യർ അഭിനയ രംഗത്ത് നിന്ന് സജീവമാണെങ്കിലും നടിയുടെ കരിയറിലെ സുവർണകാലമായിട്ട് ആരാധകർ കാണുന്നത് 90-കൾ തന്നെയായിരുന്നു. ഒരുപാട് മികച്ച സിനിമകൾ, നമ്മുടെ ഈ പുഴയും കടന്ന്, സല്ലാപം പോലുള്ള ഒരുപാട് മികച്ച സിനിമകൾ നമുക്ക് നൽകിയിട്ടുള്ള അഭിനേത്രിയാണ് മഞ്ജു വാര്യർ. 3 വർഷത്തിനുള്ളിൽ അവിസ്മരണീയമായ ഒരുപിടി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് നടി സിനിമാ ലോകത്ത് നിന്നും അന്ന് മാറി. വിവാഹശേഷമായിരുന്നു പിന്മാറ്റം. പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് മഞ്ജു സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരുന്നത്. വിവാഹത്തോടെ നടി വേണ്ടെന്ന് വെച്ചത് വമ്പൻ ഹിറ്റായി മാറിയിട്ടുള്ള കുറച്ച് സിനിമകളാണ്. ഫ്രണ്ട്സ്, ചന്ദ്രലേഖ തുടങ്ങിയ സിനിമകളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ആ സിനിമകളിലേക്കൊക്കെ ആദ്യം കാസ്റ്റ് ചെയ്യപ്പെട്ടത് മഞ്ജു വാര്യരെയായിരുന്നു. എന്നാൽ വിവാഹശേഷം അഭിനയ രംഗത്ത് നിന്ന് മാറിയത് കൊണ്ട് മാത്രമാണ് ആ സിനിമകൾ മഞ്ജു വാര്യർക്ക് നഷ്ടപ്പെടുന്നത്. ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അങ്ങനെ മഞ്ജു വാര്യർ വേണ്ടെന്ന് വെച്ച ഒരു സിനിമയെക്കുറിച്ചാണ്. തമിഴില് ഇക്കാലത്ത് നടി വേണ്ടെന്ന് വെച്ച സിനിമയാണ് കണ്ടുകൊണ്ടേൻ എന്ന് പറയുന്ന ചിത്രം. രാജീവ് മേനോൻ സംവിധാനം ചെയ്ത സിനിമയിലെ മമ്മൂട്ടി, അജിത്, ഐശ്വര്യ റായ്, തബു എന്നിവരൊക്കെയാണ് പ്രധാന വേഷം അഭിനയിച്ചിരിക്കുന്നത്. ഐശ്വര്യ റായ് ചെയ്ത വേഷത്തിലേക്കാണ് അന്ന് മഞ്ജു വാര്യരെ പരിഗണിച്ചത്. ഇതേക്കുറിച്ച് സംവിധായകൻ രാജീവ് മേനോൻ തന്നെയാണ് ഇടയ്ക്കൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ആ സിനിമയിലേക്ക് ഐശ്വര്യയുടെ കഥാപാത്രത്തിന് പകരം ആദ്യം പരിഗണിച്ചിരുന്നത് മഞ്ജു വാര്യരെ ആയിരുന്നു എന്നുള്ളത്. ചിലത് അങ്ങനെയാണല്ലേ, ചില കഥാപാത്രങ്ങളെ ചെയ്തു വെച്ചിരിക്കുന്ന കാണുമ്പോൾ സ്ക്രീനിൽ തോന്നും അസാധ്യമായിരിക്കുന്നു. എന്നാൽ ആ കഥാപാത്രത്തിന് പകരം മറ്റൊരാളെ നമുക്ക് ആ സ്ഥാനത്തേക്ക് ഒരിക്കലും പ്ലേസ് ചെയ്യാൻ പോലും സാധ്യമല്ല. മലയാളത്തിൽ ശോഭനാമ ചെയ്ത കഥാപാത്രമാണ് മണിച്ചിത്രത്താഴിലെ നാഗവല്ലി എന്ന അല്ലെങ്കിൽ ഗംഗ എന്ന കഥാപാത്രം. ആ സിനിമ ഹിന്ദിയിലേക്കും തമിഴിലേക്കും തെലുങ്കിലേക്കും ഒക്കെ റീമേക്ക് ചെയ്തപ്പോൾ അതിൽ പല നടിമാരും മാറി മാറി വന്നു. പക്ഷേ ശോഭനാമ നമുക്കായി നൽകിയ ഒരു അഭിനയ മികവ് നമുക്ക് ആർക്കും തോന്നിയില്ല. കാരണം നമ്മുടെ മനസ്സിൽ അത്രയ്ക്ക് ആഴത്തിൽ പതിഞ്ഞു പോയ ഒരു കഥാപാത്രമാണ് ശോഭനാമ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മധുര നാരങ്ങത ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമ്മൾ വീണ്ടും കേട്ടുമുട്ടും മറ്റൊരു മനോഹരമായ ടോപ്പിക്കും അതോടൊപ്പം ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ. RJ അരുണിനൊപ്പം റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.